നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം. IPL തുടങ്ങാനിരിക്കവേ എല്ലാ ടീമുകളെയും ഒന്ന് അനലൈസ് ചെയ്യുന്ന നമ്മുടെ വീഡിയോ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് അവതരിപ്പിക്കുമ്പോൾ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കണ്ടൻറ്റുകൾ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ESPN ക്രിക്കിൻഫോയും ക്രിക്ബസും വിസ്ഡനും അങ്ങനെയൊക്കെയുള്ള പോർട്ടലുകളിൽ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും ചേർത്തങ്ങ് അവതരിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് ഈ IPL കാലം പൊളിച്ചെടുക്കണം. ഏതായാലും സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കുറിച്ച് ഓർക്കുമ്പോൾ കഴിഞ്ഞ സീസണിൽ അവരുടെ കളി കാണുമ്പോൾ കൊടുങ്കാറ്റിനെ കെട്ടഴിച്ച് വിടുക എന്ന് നമ്മൾ കേട്ടിട്ടില്ല. ആ പണിയാണ് അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്ന് അങ്ങ് നടത്തുക. പിന്നെ ആ കൊടുങ്കാറ്റിലേക്ക് തീപ്പൊരി കൂടി വീണ് ആകെ തീക്കാറ്റായി അഞ്ഞു വീശിയാൽ എങ്ങനെയുണ്ടാകും? അതാണ് ഹെൻറി ക്ലാസിനും പിന്നാലെ വരുന്നവരും ഒക്കെ ചേർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ ബാറ്റിംഗ് രീതി. പോയ IPL സീസണിൽ 3 തവണ 250 മുകളിലേക്ക് അടിക്കുകയും IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോർ നേടുകയും ഒക്കെ ചെയ്ത ആ ടീം ഒരുപാട് ആരാധക ഹൃദയങ്ങൾ വിൻ ചെയ്തിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. ഇതവണ കൂടുതൽ ആവേശത്തോടു കൂടി SRHൻ്റെ ആരാധകർ കാത്തിരിക്കുന്നതും അതിനൊക്കെ തന്നെയാണ്. ടീമിൻ്റെ കോറ് അതുപോലെ അവിടെയുണ്ട്. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും പാറ്റ് കമിൻസും ഹെൻറി ക്ലാസിനും ഒക്കെ അവിടെ തന്നെയുണ്ട്. ചില മാറ്റങ്ങൾ ബൗളിങ്ങിൽ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അതേസമയം ബാറ്റിങ്ങിൻ്റെ കോർ അവിടെയുണ്ട്. നമ്മൾ വിശദമായിട്ട് കാര്യത്തിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ തവണ എന്തൊരു പ്രകടനമാണ് അവർ നടത്തിയത്. പുതിയ റെക്കോർഡ് ഇട്ടു. 287 റൺസ്, 3 വിക്കറ്റ് നഷ്ടത്തിൽ 287. ഓർക്കുന്നുണ്ട് നിങ്ങൾ? റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ അവരടിച്ചു കൂട്ടിയത്. IPL എല്ലാ ടീമുകളും അൾട്രാ അഗ്രസീവായിട്ട് ബാറ്റിംഗ് അപ്രോച്ചിലേക്ക് പോകാൻ എന്തായാലും അവരുടെ കഴിഞ്ഞ സീസൺ ഒരു കാരണമായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഹെൻറി ക്ലാസൻ, നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെ വേറെ ലെവലായി കഴിഞ്ഞു. ഈ ഓസ്ട്രേലിയൻ ടൂർ, അത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നടത്തിയിട്ടുള്ള പോരാട്ട വീര്യമൊക്കെ ചേർക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിലുള്ള പ്രതീക്ഷ വളരെ വളരെ വലുതുമാണ്. പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിൽ നിന്ന് മുക്തനായി കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നു. സോ ഫുൾ ഫിറ്റായിട്ട് അദ്ദേഹം അവിടെയുണ്ട്. അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് കിടിലനാണ്. ആ കൂട്ടത്തിലേക്കാണ് ഇഷാൻ കിഷനെ കൂടി ആഡ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. സോ എങ്ങനെയുണ്ട് ആ ബാറ്റിംഗ് ലൈനപ്പ്? ഇത്തവണയും ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ട. ആ കൊടുങ്കാറ്റിന് കെട്ടഴിച്ചു വിടലും തീക്കാറ്റായിട്ട് മാറലുമൊക്കെ ഇത്തവണയും നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം അവരുടെ ആ ഒരു കിടിലൻ ബാറ്റിംഗ് കഴിഞ്ഞാൽ പിന്നാലെ വരുന്ന ഒരു ബാറ്റിംഗ് ഡെപ്ത് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ലോക്കൽ ബാറ്റേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ അത്ര മികച്ചതല്ല. ഇപ്പോൾ അനികേത് വർമ്മ, അദ്ദേഹത്തിൻ്റെ സീസൺ ഡെബ്യൂ ആണ്. അഭിനവ് മനോഹർ 2024 ശേഷം 2 ഗെയിമുകളാണ് IPL കളിച്ചിട്ടുള്ളത്. സച്ചിൻ ബേബി 2021 ശേഷം IPL കളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതേസമയം അവരുടെ ഫോറിൻ താരങ്ങൾ ആരൊക്കെയായിരിക്കും പ്ലേയിങ് 11-ൽ? ഒന്ന് തീർച്ചയായിട്ടും പാറ്റ് കമിൻസ് ഉണ്ടാവും, ഹെൻറി ക്ലാസൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ട്രാവിസ് ഹെഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബാറ്റിംഗ് ഒന്നുകൂടി ശക്തിപ്പെടുത്തണമല്ലോ. അപ്പോൾ കാമിൻഡു മെൻഡിസിനെ അവർ പ്ലേയിങ് 11-ൽ 4th ഓവർസീസ് പ്ലെയറായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതാണ് നമുക്ക് ഈ കാര്യത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുക. പിന്നെ ബൗളിങ്, ഭുവനേശ്വർ കുമാർ പോയി. വർഷങ്ങളായിട്ട് അവരുടെ ബൗളിങ്ങിൻ്റെ പ്രധാന റോൾ വഹിച്ചിരുന്നയാളാണ്. ഭുവനേശ്വർ കുമാർ പോയി. പകരം ആര് വന്നു? മുഹമ്മദ് ഷാമി വന്നിട്ടുണ്ട്. സോ ഷാമി ന്യൂ ബോൾ ഓപ്പറേറ്റ് ചെയ്യും പാറ്റ് കമിൻസിനൊപ്പം എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ജയദേവ് ഉനഡ്കഡിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്, അദ്ദേഹം വീണ്ടും അവിടെ തന്നെ തുടരുകയാണ്. സോ പേസ് ബൗളിംഗ് ആ രൂപത്തിലാണ് സംഭവിക്കുന്നത്. മുഹമ്മദ് ഷാമി, അതുപോലെ ഹർഷൽ പട്ടേലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾ, രാഹുൽ ചാഹറിനെ സ്പിൻ ബോളറായിട്ട് ഉപയോഗപ്പെടുത്താൻ, അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ബൗളിംഗ് ഒന്ന് ഉടച്ചു വാർത്തിട്ടുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ ഓവർസീസ് സ്പിന്നർ വേണ്ടി അങ്ങനെ ഉപയോഗപ്പെടുത്താൻ ആദം സാംബ അവർക്കുണ്ട്. അതുപോലെ വിയാൻ മൽഡർ, ബ്രെഡൻ കാർസിന് പരിക്ക് പറ്റി പുറത്തുപോയി. ബ്രെഡൻ കാർസ് തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുമായിരുന്നൊരു കളിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് എബിലിറ്റിയും ഹിറ്റിംഗ് എബിലിറ്റിയും മികച്ച പേസ് ബൗളിങ്ങും അവർക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹമില്ല. പകരം അവർ വിയാൻ മൽഡർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബൗളിങ്ങിന് വേണമെങ്കിൽ അഭിഷേക് ശർമ്മയെയും ട്രാവിസ് ഹെഡിനെയും കാമിൻഡു മെൻഡിസിനെയും ഒക്കെ കുറച്ച് ഓവറുകളൊക്കെ കൊടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. സോ കഴിഞ്ഞ തവണത്തെ അതേ അപ്രോച്ചിൽ തന്നെ ടീം ഇറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല.
അൾട്രാ അഗ്രസീവ്, അതാണ് അവരുടെ മുഖമുദ്ര. അത് ഇത്തവണയും അവർ തുടരും എന്ന് തന്നെ കരുതണം. സോ ഈ ടീമിൻ്റെ മുന്നോട്ട് പോക്കിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഏതായാലും അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്ന് കൊടുക്കുന്ന തുടക്കമാണ്. കഴിഞ്ഞ IPL സീസണിലെ സ്പിൻ ബൗളേഴ്സിനെതിരെ ഏറ്റവും അധികം റൺസ് അടിച്ചവരുടെ ലിസ്റ്റ് എടുത്താൽ ഒന്നാമത് ഹെൻറി ക്ലാസനും രണ്ടാമത് അഭിഷേക് ശർമ്മയുമാണ്. സോ ഇനീഷ്യൽ ഓവറുകൾ കഴിഞ്ഞ് സ്പിൻ ബൗളേഴ്സിനെ കൊണ്ടുവന്ന് അവരെ ടൈറ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. മിഡിൽ ഓർഡറിലും അവർക്ക് ഹെൻറി ക്ലാസിനെ പോലെയുള്ളവരുണ്ട്. അഭിഷേക് ഔട്ടാവാതെ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹവും സ്പിന്നേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. സോ വളരെ വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ് അവരുടെ മുഖമുദ്ര. പിന്നെ പാറ്റ് കമിൻസിൻ്റെ കാര്യം എടുത്തു പറയണം. പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നൊക്കെ പിന്മാറിയത്. T20 കളിച്ചിട്ട് കുറേ നാളുകളുമായി. എന്നാൽ പോലും ഇപ്പോൾ ഫുൾ ഫിറ്റാണ്. അദ്ദേഹം ടീമിനെ നയിക്കാനുണ്ടാകും എന്ന് മാത്രമല്ല, ഈ IPLലെ 10 ക്യാപ്റ്റന്മാരിൽ ഒരേ ഒരു വിദേശ ക്യാപ്റ്റനേ ഉള്ളൂ, പാറ്റ് കമിൻസ്. സോ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ലോകം ജയിച്ച ക്യാപ്റ്റൻ അല്ലേ, ഇത്തവണ IPLലും ജയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരിരിക്കുന്നത്. അപ്പോൾ അവരുടെ പ്ലേയിങ് 11 നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് ഫിക്സ്ഡ് ആണല്ലോ, ഒരു മാറ്റവും ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇഷാൻ കിഷൻ എവിടെ വരും? ഓപ്പൺ ചെയ്യാൻ ഇഷാൻ ഉപയോഗിക്കാൻ സാധ്യതയില്ല. അദ്ദേഹം ഓൺ ഡൗൺ ആയിട്ട് വരാനുള്ള സാധ്യത കാണുന്നു. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി നമ്പർ 4-ൽ, ഹെൻറി ക്ലാസൻ നമ്പർ 5-ൽ. ഇത് സാഹചര്യം അനുസരിച്ച് 4ഉം 5ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ദെൻ അനികേത് വർമ്മ, അഭിനവ് മനോഹർ. നമ്പർ 8-ൽ പാറ്റ് കമിൻസ്, ദെൻ ഹർഷൽ പട്ടേൽ, രാഹുൽ ചാഹർ, മുഹമ്മദ് ഷാമി. ആദം സാംബയെ ഒരു പക്ഷേ അവർ വേണ്ട ഘട്ടങ്ങളിൽ ഇമ്പാക്റ്റ് പ്ലെയറൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്ലേയിങ് 11 എന്ന് പറയുന്നത്. ഇനി അവരുടെ സ്ക്വാഡ് നമ്മൾ മൊത്തത്തിലൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാറ്റേഴ്സായിട്ട് സ്ക്വാഡിലുള്ളത് ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ, ഹെൻറി ക്ലാസൻ, സച്ചിൻ ബേബി, അനികേത് വർമ്മ എന്നിവരാണുള്ളത്. ഇനി ഓൾറൗണ്ടേഴ്സ് ആയിട്ടാണെങ്കിൽ അഭിഷേക് ശർമ്മ, അഭിനവ് മനോഹർ, കാമിൻഡു മെൻഡിസ്, വിയാൻ മൽദർ, നിതീഷ് കുമാർ റെഡ്ഡി, അഥർവ ടൈഡെ. പിന്നെ ബൗളേഴ്സായിട്ട് അവരുടെ സ്ക്വാഡിലുള്ളത് പാറ്റ് കമിൻസ്, രാഹുൽ ചാഹർ, ഇസ്ഹാൻ മലിംഗ, മുഹമ്മദ് ഷാമി, ഹർഷൽ പട്ടേൽ, സിമർജിത് സിംഗ്, ജയദേവ് ഉനഡ്കഡ്, ആദം സാംബ, സീഷൻ അൻസാരി. ഇതാണ് അവരുടെ ഒരു ഫുൾ സ്ക്വാഡ് എന്ന് പറയുന്നത്. സോ മികച്ച സ്ക്വാഡ് അവർക്കുണ്ട്. വേണ്ടി വന്നാൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ബാക്കപ്പും ഉണ്ട്. അതുകൊണ്ട് ഇത്തവണയും ആരാധകർ പ്രതീക്ഷിക്കുകയാണ് ഒരു കൊടുങ്കാറ്റിനെ കെട്ടഴിച്ചു വിടലും അതൊരു തീക്കാറ്റായിട്ട് മാറലും. ഒടുവിലത് കിരീടത്തിലെത്തണം. കഴിഞ്ഞ തവണ അതിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണത്തെ അവരുടെ ഫൈനൽ പ്രവേശനം എന്ന് പറഞ്ഞാൽ 6 വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ ഫൈനൽ പ്രവേശനമാണ്. അത് അവർ ഈ തവണ വീണ്ടും തുടർന്ന് ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്ത്, കാരണം കോർ അവിടെ നിലനിർത്തിയിട്ടുണ്ട്, ആ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്ത് കിരീടത്തിലേക്ക് പോകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.